ചെയ്തിട്ട് സുധിയുടെ ജീവിച്ചിരിപ്പില്ലാത്ത സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? പുള്ളിക്ക് കോടികളുടെ ആസ്തി ഉണ്ടോ എനിക്ക് അതിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കാനായിട്ട്? ഇല്ലെങ്കിൽ പുള്ളിക്ക് ലോകം മൊത്തം ലക്ഷറീസ് എസ്റ്റേറ്റുകളുണ്ടോ? ഇല്ലല്ലോ, ഇതൊന്നുമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ വഴിയെ രേണു വരുവാണെങ്കിൽ രേണുവിന് ഞാൻ പണി കൊടുത്തിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ രേണുവിന് ഞാൻ പണി കൊടുത്തിരിക്കും, അതാണ് ഈ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് ആഗമയായ വീണ എന്ന സ്ത്രീയുടെ ഉദ്ദേശം. ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയെ അറിയാനേ പാടില്ല, ഞാൻ മാത്രമാണ് കൊല്ലം സുധിയുടെ ഒരേ ഒരു ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് ലീഗൽ വൈഫ് എന്നും പറഞ്ഞുകൊണ്ട് രേണുസുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ എനിക്കറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് രേണുസുധി സംസാരിച്ചത്. ഇപ്പോൾ ഈ ആള് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ശബ്ദ തരംഗമായി വന്നിരിക്കുകയാണ്. വിവി ഹിയറും രാജ് ടോക്സും കൂടെ ഇവരെ വിളിച്ച് സംസാരിച്ചു. ആരാ? ഈ വീണ എന്ന് പറഞ്ഞ് രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് ഇപ്പൊ രംഗത്ത് വന്ന ആളെ വിളിച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഈ വിഷയം താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലെങ്കിൽ എന്ത് തേങ്ങയാണിതെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കാണുക. എൻ്റെ കുറച്ച് സംശയങ്ങളും എൻ്റെ കുറച്ച് വീക്ഷണങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിരിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണു സുധി, കൊല്ലം സുധി, വീണ, ഈ മൂന്നാളുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും കൊല്ലം സുധിയാണ് വിഷയം. അതായത് കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സുധി. ഈ രേണു സുധി അവകാശപ്പെടുന്നത് രേണു സുധി മാത്രമാണ് കൊല്ലം സുധിയുടെ ഏക നിയമപരമായി വിവാഹിതയായ ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരാൾ വന്നിട്ട് ഇല്ല, ഞാനായിരുന്നു നിയമപരമായിട്ട് വിവാഹിതയായ ഒരു ഭാര്യ രേണുസുധി, ഇപ്പോഴത്തെ ഭാര്യ, എനിക്ക് രേണുസുധിയെ അപമാനിക്കേണ്ട, അവഹേളിക്കേണ്ട എന്ന് പറയുന്നു. പക്ഷേ അത് തന്നെയാണ് പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിവിയും രാജ് ടോക്സും വിളിച്ച് സംസാരിച്ചതിൻ്റെ കുറച്ച് ശബ്ദശകലങ്ങൾ അവരവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ചുരണ്ടിയെടുത്ത് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അന്നേരം കറണ്ട് വരെ ചതിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് 15,000 സബ്സ്ക്രൈബിലേക്ക് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ 15,000 കാലെടുത്ത് വെക്കണമെങ്കിൽ നിങ്ങളും കൂടെ എൻ്റെ കൂടെ എടുത്ത് വെക്കണം, എന്നാലേ നമ്മളിതിലേക്ക് എത്തത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമുക്ക് രേണു സുധി, കൊല്ലം സുധി, വീണ ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാം. ഈ വീണ എന്ന് പറയുന്ന ആളോടാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. പണ്ടാരം കറണ്ട് വന്ന് നിൽക്കി. രേണു ഈ ഒരു വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു പറയുന്നത് എന്റെ അറിവിൽ സുധിച്ചേട്ടന് ഒരു ഭാര്യയേ ഉള്ളൂ, ആ ഒരു വ്യക്തി മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തതാണോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ താല്പര്യമില്ല. സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല? അല്ല, ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് ഇവരാരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടില്ല. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. അവരെന്തുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിവാദത്തെ സംസാരിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നിട്ടില്ല. അതിനവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം. ഇവര് തരണോ? അതായത് താങ്കളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ സുധിയുടെ മകന് 4 വയസ്സ്, അങ്ങനെ ഞാൻ ആവശ്യിക്കട്ടെ. അല്ല, 4 വയസ്സല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുക. എത്ര ഉണ്ടായിരുന്നു? ഞങ്ങളൊരു 4 വർഷം, 1 വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു. ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഡിവോഴ്സ്ഡ് ആയി. നമ്മൾ പിന്നെ പോയിട്ടില്ല. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ, എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അമ്പലത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം രേണു പറയുന്നു പുള്ളിക്കാരിയാണ് മാരീഡ് ആയിട്ടുള്ള ലീഗൽ വൈഫ്. സുധിച്ചേട്ടൻ ഇന്ന് വരെ ഉള്ളതിൽ ലീഗലായിട്ട് മാരി ചെയ്ത് പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവരെ വിളിക്കുന്നവർക്ക് ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പുറം ലോകത്തേക്ക് വന്നിട്ടില്ല. അത് അവരുടെ പ്രൈവസിയാണ്, അതിനെ നമ്മൾ മാനിക്കുന്നു. അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ, ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാനായിട്ട് തയ്യാറാണോ? എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്ത് മാങ്ങ പറിക്കാനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനായിരുന്നു കൊല്ലം സുധി ഒഫീഷ്യലി വിവാഹം ചെയ്ത രണ്ടാം ഭാര്യ എന്നുള്ളത്. ഇവർ പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ രേണു പലയിടത്തായിട്ട് ഇവരെ അവഹേളിക്കുന്ന രീതി സംസാരിച്ചു. അപ്പോൾ അത് അവരോട് നേരിട്ട് പറഞ്ഞ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫർമേഷന് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ അവഹേളിക്കരുതെന്ന് അവരെ അറിയിക്കുക എന്നുള്ളതിന് ഉപരി സോഷ്യൽ മീഡിയ വന്ന് ഇതെല്ലാം പറഞ്ഞിട്ട്
ഞാൻ അതിനു വേണ്ടി ചെയ്തതല്ല. അപ്പൊ ബാക്കി പറ. കടിപിടി കൂടുന്നില്ല. അല്ല, പക്ഷെ നമ്മള് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന നിലവിലെ ഭാര്യയായിട്ടുള്ള രേണു അത് അറിയാവുന്നവർക്ക് അറിയാലോ, പിന്നെന്തിനാണ് ഈ അറിയാണ്ടാവാത്തവരെ അറിയിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതൊക്കെ പറഞ്ഞത്? ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യം വിളിച്ച് സംസാരിച്ചത് നിങ്ങൾ തന്നെയല്ലേ ഈ ഒരു വിഷയത്തെ കുറിച്ച്? അപ്പൊ അറിയാവുന്നവർ അറിഞ്ഞുണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ? നാട് മൊത്തം അറിയിക്കുന്നു, പക്ഷെ തെളിവൊന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പ്രൈവസി ആട്ടോ. നമ്മൾ അത് മോശമായിട്ട് പറയുന്നില്ല. അവർക്ക് തരാൻ താല്പര്യം ഇല്ലെങ്കിൽ തരാൻ താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ എന്ന് അറിയപ്പെടണ്ട. അറിയാവുന്നവർക്കറിയാം. പക്ഷെ ഇത് ഞാനാണ് കൊല്ലസുധിയുടെ രണ്ടാം ഭാര്യ, ഞാനായിരുന്നു. അതെന്ത് ടെക്നിക്കാണത്? എനിക്കത് എത്ര ആലോചിച്ചാലും ആ ടെക്നിക്ക് മനസ്സിലാകുന്നില്ല. രേണുസുധി ഒരു തരത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അവരാണ് നിലവിൽ കൊല്ലം സുധിയുടെ ഭാര്യ. ലീഗലി അവരാണ് കൊല്ലം സുധിയുടെ ഭാര്യ. ഞാൻ രണ്ടാം ഭാര്യ ആയിരുന്നു, ഞാനായിരുന്നു രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് ഇപ്പൊ വരേണ്ട കാര്യം എന്താണ് അതിനകത്ത്? അവര് ഇവരുടെ സ്വന്തക്കാരോടോ ബന്ധുക്കാരോടോ ചേട്ടനോടോ ആരോടോ പറഞ്ഞു കൊല്ലം സുധി വിവാഹിത, ഇവരെ വിവാഹം കഴിച്ചിട്ടില്ല, ഇവര് തമ്മിലൊരു ഡിങ്കോൾഫി സെറ്റപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ടാക്ടിക്സാണ്. പക്ഷെ എനിക്ക് രണ്ടാം ഭാര്യ എന്നറിയപ്പെടണമെന്ന് താല്പര്യമില്ല. വിശ്വസിച്ച് ഫ്രഷ് സാധനം. നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഉണ്ട് സാധനം. നമ്മളത് അവരുടെ എന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. കൊല്ലം ഫാമിലി കോർട്ടിലാണ്. അത് മരുന്ന് ഡപ്പയിൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. നമ്മളതെടുത്തിട്ട് സോഷ്യൽ മീഡിയ കാണിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ മരുന്ന് ഡപ്പയിലിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എല്ലാം പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേനും അടിസ്ഥാനരഹിതമായിട്ട് പറയുന്നതായിട്ട് കാണുന്ന ജനങ്ങൾക്ക് തോന്നത്തുള്ളൂ, അവരങ്ങനെ മനസ്സിലാക്കത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ രേണു പലയിടത്തായിട്ട് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു അവർ പ്രൂവ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രൂഫില്ല, നമ്മൾ അപവാദം മാത്രം പറയുന്നു. നമ്മുടെ ഫേസ് ആർക്കും അറിയത്തില്ല. വീണാന്നൊരു പേര് ഇപ്പോൾ അബദ്ധത്തിൽ വീണ് കിട്ടിയതാ. നമ്മുടെ പേര് അറിയത്തില്ല, നമ്മുടെ ഐഡന്റിറ്റി അറിയത്തില്ല, നമ്മുടെ മുഖം അറിയില്ല, നമ്മുടെ സെപ്പറേറ്റ് ടിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷേ ഞാനാണ് കൊല്ലസുധിയുടെ രണ്ടാം ഭാര്യ. കൊല്ലസുധി രണ്ടാമത് കെട്ടിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ അറിഞ്ഞത്, പക്ഷെ ഞാനതൊന്നും അറിയണ്ട. പക്ഷെ ഇവരെ വിളിക്കുന്ന ആളുകളെ ഇവർ കാണിച്ച് ബോധിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു സാധനം ഉണ്ടെന്ന്. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നത്. ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ് അഡ്വക്കേറ്റിന്റെ. അപ്പം ചേച്ചിയാണ്, അതായത് സുധിയുടെ ചേട്ടത്തി, എന്റെ ചേച്ചിയല്ല, സുധിയുടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത്. പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധിയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ജീവിച്ചിരിക്കുന്നവരുണ്ട്, ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, കല്യാണം കൂടിയവരുണ്ട്, കല്യാണം വന്ന് ആലോചിച്ചവരുണ്ട്. അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇല്ല, അവരൊക്കെ എന്തിനാ പ്രതികരിക്കേണ്ടത്? എനിക്ക് മനസ്സിലായിട്ടില്ല സാധനം. കൊല്ലസുധി ജീവിച്ചു, ഒരു ഭാര്യയെ പുള്ളി കെട്ടുകയോ ലിവിങ് ടുഗദർ ആയിട്ടോ കൂടെ ജീവിച്ചു, ഒരു കൊച്ചുണ്ടായി. രണ്ടാമത് നിങ്ങളെ കെട്ടി, നിയമപരമായിട്ട് കെട്ടിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. കെട്ടി നിങ്ങൾ ഡൈവേഴ്സും ആയെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു. ഡൈവേഴ്സ് ആയേ, ലീഗലി വേർപെട്ടു. അതിനുശേഷം രേണുവിനെ അവരെ വിവാഹം കഴിക്കുന്നു. രേണുവിനെ വിവാഹം കഴിച്ച് രേണുവിൻ്റെ കൂടെ ജീവിക്കുന്നു. അവര് ലീഗൽ വൈഫാണ്. അദ്ദേഹം നിയമപരമായി കല്യാണം കഴിച്ചു, അദ്ദേഹം നിയമപരമായി വേർപെട്ടു, അതിനുശേഷം അദ്ദേഹം മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു. ഇതിനകത്ത് ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? എനിക്ക് പക്ഷേ രണ്ടാം ഭാര്യ എന്നുള്ള സ്ഥാനം വേണ്ട, എനിക്ക് രേണുസുധിയെ നാണം കെടുത്തണ്ട, എനിക്ക് രേണുസുധിയോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനാണ് രണ്ടാം ഭാര്യ, നാട് മൊത്തം അംഗീകരിക്കണം. എന്തിനാണ് അങ്ങനെ വന്നിട്ട്? എന്തിനാണ്? നേരിട്ട് അവരോട് പോയി സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണിത്. സോഷ്യൽ മീഡിയയിലോട്ട് മുഖം വെളിപ്പെടുത്തുന്നില്ലല്ലോ, നമ്മൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ എന്തും പറയാം. നമ്മൾ ഇത്രയും ഒരു കാര്യം താങ്കൾ ഇപ്പൊ മറ്റൊരു ദാമ്പത്യമായിട്ട് ജീവിക്കുകയാണ് കുടുംബമായിട്ട്. താങ്കൾ ഇപ്പോ നിലവില് അതായത് താങ്കൾ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ഈ പറയുന്ന രേണു പിന്നെയും ചിത്രീകരിച്ചത് കൊണ്ട് അത് വേണ്ട, എന്റെ സത്യാവസ്ഥ വെളിയിൽ അറിയണം എന്നത് കൊണ്ടാണ് ഇപ്പൊ വന്ന് ഇങ്ങനെ വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും. അതുമല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി നിങ്ങൾ കേൾക്കാനായിട്ടൊരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമാണ്. ഈ 2-3 കാര്യങ്ങളിനകത്ത് വലിയ കാമ്പൊന്നുമില്ല. ഇതാണ് ഇവരുടെ പ്രശ്നം. രേണുസുധി പലയിടത്തായിട്ട് ഇവരെ അവഹേളിച്ചു. അപ്പം ഞാൻ നല്ലതാണ്, രേണുസുധിയാണ് മോശമെന്ന് സമൂഹ മാധ്യമത്തിൽ അറിയിക്കണം. 2-3 പ്രൈവറ്റ് ആയിട്ട് മാത്രം അറിയാവുന്ന വ്യക്തികളോട് രേണുസുധി പറഞ്ഞു. അതിന് പ്രതികാരമായിട്ട് രേണുസുധിയെ ലോകം മൊത്തം നാറ്റിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഈ രേണുസുധി ഇവരെ കൊല്ലസുധി അങ്ങനെ വെച്ചോണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതിലുപരി അവർ കെട്ടി ഡൈവേഴ്സായി, അതിനുശേഷം അദ്ദേഹം മറ്റൊരാളെ കെട്ടി അവരുടെ കൂടെ നല്ല രീതിയിൽ ജീവിച്ചു. അതിനുശേഷം മരിച്ചതിന് ശേഷം അയാളുടെ പേര് കുട്ടിച്ചോറാക്കി, അതൊക്കെ ഓക്കെ. പക്ഷെ നിയമപരമായിട്ട് അവരാണ് ഭാര്യ. ഇപ്പൊ ഞാൻ വന്നിട്ടില്ല, ഞാനാണ് രണ്ടാം ഭാര്യ, നാട് മൊത്തം അറിയണം എന്ന് പറയുന്നൊരു ശാസ്ത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ന് കമന്റ് ഇട്ട്. ചേച്ചി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഈ രേണുവിനെ ചിലപ്പോൾ രേണുവിനെ അറിയാൻ പാടില്ലായിരിക്കും. നിങ്ങൾ തമ്മിൽ ഈ പറയുന്ന പിന്നെ ലീഗലായിട്ട് മാരേജ് ചെയ്തതായിട്ട് രേണുവിനെ അറിയാം.
ഈ ഒരു സംശയം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ കൊല്ലം സുധി ആയിരിക്കും ഇതിനകത്തെ കൾപ്രിറ്റ് എന്നുള്ളത്. പുള്ളിക്കാരൻ ലീഗലി മാരീഡ് ആണെന്ന് ഈ രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞത് 2 ഭാര്യമാരെ കുറിച്ചാണ്. ആദ്യത്തെ ഭാര്യ പോയതിനു ശേഷം കടന്നു വന്ന മാലാഖയാണ് രേണു സുധി എന്നുള്ളത്. ഇപ്പം മാലാഖയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാലാഖയ്ക്ക് 2 കൊമ്പൊക്കെ വന്നിട്ടുണ്ട്. അത് കരുതിട്ടെടുക്കണ്ട, അന്ന് മാലാഖയായിരുന്നു. അപ്പൊ ഈ ആളുടെ പേര് കൊല്ലം സുധി ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ആളുടെ പേര് രേണു സുധി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആളിപ്പോൾ വന്നിട്ട് മറ്റേ ഇങ്ങനെ പകുത്ത് കെട്ടി ഞാൻ കേട്ടോ 2ാം ഭാര്യ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. പിന്നെ രേണു ഞാനും കൂടി ഈ ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനും കൂടി വാട്സാപ്പിൽ സംസാരിച്ചതാണ് ഫോണിൽ. ഉമ്പടി ജിഞ്ചിനാക്കടി, ഇതൊക്കെ അറിയാം. അറിഞ്ഞു വെച്ചിട്ടാണ് രേണു സുധി ഇത് അറിയത്തോലെ കാണിച്ചില്ലേ? പക്ഷെ എന്തിനായിരിക്കും ഈ ഒരാളെ ലൈഫിൽ നിന്ന് അവരിപ്പോൾ ഹൈഡ് ചെയ്തത്? അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ശാസ്ത്രം കാണും. ഇവര് പറയുന്നത് രേണു സുധിയും കൊല്ലം സുധിയും തമ്മിലുള്ള വിഹിതം ഇവര് പിടിച്ചത് കൊണ്ടാണ് ഈ ഒരു ഇവര് കെട്ടിയത്, അവര് പോയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വിഹിതക്കഥ പുറത്തു വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ രേണു സുധിയും കൊല്ലം സുധിയും എല്ലാം ഈ ഒരു 2ാം ഭാര്യ എന്ന് പറഞ്ഞ വന്ന ആള് ശരിക്കും അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞത്, ഇവരെ കുറിച്ചെങ്കിലും പറയാതിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിലല്ല, സോറി ഫേസ്ബുക്കിൽ ഞാൻ രേണു കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാരേജിലേക്ക് പോയി. അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ രേണുവിന്റെ ഫേസ്ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഇത് ഇപ്പോഴല്ല, സുചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രേണുവായിട്ട് കോണ്ടാക്ട് ചെയ്തു, ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്തു. ഈ കാര്യം രേണു സുധി അവര് ഇന്റർവ്യൂവിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തവണ എക്സ്-വൈഫ് എന്നെ കോണ്ടാക്ട് ചെയ്തു, അത് ഞാൻ സുധിച്ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞു അവരെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ രേണു സുധി ഈ കഥ പറഞ്ഞത് 1ാം ഭാര്യ എന്നുള്ള നിലയിലാണ്. പക്ഷെ ആ കഥ ഇപ്പൊ ഈ അടർത്തി എടുത്തിട്ട് ഇവരുടെ കഥയായിട്ടാണ് പറയുന്നത്. ഇതിൽ ഏതാണ് സത്യമെന്ന് തമ്പുരാന് മാത്രം അറിയാം. തന്നെ ഞാൻ ചോദിച്ചു. അതായത് സുധിയുടെ ഫോണിലാണ് ചാറ്റ് കണ്ടത്, എന്റെ ഫോണിൽ നിന്നല്ല ഞാൻ ചോദിക്കുന്നത്. സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സുധിയുടെ വൈഫാണ്, സുധിക്ക് ഫാമിലി ഉണ്ടോ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴത്തേന് ഇവള് എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത്. അതായത് കുറച്ച് വൾഗറായിട്ട് ഞാൻ തെറി വിളിച്ചു പുള്ളിക്കാരത്തെ ചാറ്റിലൂടെ തന്നെ. നീ ആരടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല സോഫ്റ്റ് ആയിട്ടല്ല. അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്താണെന്ന് എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതൽ ഞെളിയൊന്നും വേണ്ട, നീ എന്താണെന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയും പ്രശ്നക്കാരൻ സുധിച്ചേട്ടനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ കൊല്ലം സുധി, ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുന്നു കേട്ടോ, പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞു കൊടുത്തത് അതാണ് രേണുസുധി പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു കൊടുത്തു അത് വിശ്വസിക്കുന്നു, രേണുസുധി അതാണ് പറയുന്നത്. രേണുസുധിക്ക് അതാണല്ലോ സത്യം. ഈ പുള്ളിക്കാരി പറയുന്നത് മറ്റൊരു സത്യമായിരിക്കാം, അതോ കള്ളമാണോ എന്ന് അറിയത്തില്ല. എന്തൊക്കെയോ സംഭവിച്ചു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊരു അവിയൽ പരുവത്തിലാണ് ഈ കണ്ടന്റ്. നിങ്ങളും ആ ഒരു അവിയൽ എന്നുള്ള രീതിയിൽ തന്നെ ഇതും കണ്ടു. നിന്റെ ക്യാരക്ടറൊക്കെ എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരാന്ന് എനിക്ക് അറിയാടിയെന്ന് പറഞ്ഞു. തിരിച്ച് എനിക്ക് വന്ന മെസ്സേജ് ഇതായിരുന്നു. പക്ഷെ ഈ രേണുസുധി ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരാളെ എനിക്ക് അറിയത്ത് പോലും ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ഒരു കള്ളം രേണു പറഞ്ഞെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവിടെ കിടക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, തെളിവ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. തെളിവ് വരാനായിട്ട് കൊല്ലത്താണ് എന്റെ വീട്. ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ച സ്ഥലവും ഞാൻ ഡിവോഴ്സ് ആയ സ്ഥലവും കൊണ്ടത് കാണിച്ചു കൊടുക്കാം, വരാൻ പറ. അല്ല, എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടോ? ഒരു ഭയങ്കര സാധനം അത്. ആർക്കെങ്കിലും സംശയമുണ്ട് പുള്ളിക്കാരിയുടെ അടുത്തോട്ട് ചെല്ലുക. പുള്ളിക്കാരി പറയും, അവിടാണ് എൻ്റെ കല്യാണം നടന്നത്, അവിടാണ് എൻ്റെ എൻഗേജ്മെന്റ് നടന്നത്, അവിടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ചത്. എല്ലാവർക്കും വിശ്വാസമായാലോ, എല്ലാവരും പിരിഞ്ഞു നോക്കൂ. കൊള്ളാല്ലേ, നൈസാനം. ലീഗലായിട്ട് എന്തെങ്കിലും പേപ്പർ കാണിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഇൻഡാസ് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ ഇൻഡാസ് കാണിക്കത്തില്ല. ഇൻഡാസ് വേണ്ടവർ എൻ്റെ വീട്ടിലേക്ക് വരിക, വിവിയുടെ നിന്ന് അല്ലെങ്കിൽ രാജ് ടോക്സിൻ്റെ നിന്ന് എൻ്റെ നമ്പർ മേടിക്കുക, എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ അവർക്ക് ഇൻഡാസ് കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇൻഡാസ് ഒന്നും പുറത്തു കൊടുത്തില്ല. അപ്പം ഈ ഇൻഡാസ് ഉള്ള ഇൻഡാസാണോ ഇല്ലാത്ത ഇൻഡാസാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മളങ്ങ് വിശ്വസിക്കുക. മറ്റേ കേട്ടറിവിനെക്കാട്ടിലും വലുതാണ് മുരുകൻ എന്ന സത്യമാണ് നമ്മൾ വിശ്വസിച്ച് നമ്മളങ്ങ് മുന്നോട്ട് പോവുക. നമുക്ക് കേൾക്കാം. ലീഗലി തന്നെ കാണിച്ചു കൊടുക്കാം. അല്ല, നമുക്ക് വേണേൽ ബ്ലർ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ മാരേജ് സർട്ടിഫിക്കറ്റ്. ആർക്കാണ് തെളിവ് വേണ്ടത്? ജസ്റ്റ് മിനിറ്റ്. ആർക്കാണ് തെളിവ് വേണ്ടത്? നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഈ പേഴ്സണലി നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. അതെനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. വിവിയും രാജ് ടോക്സും ഇവരുടെ ന്യായീകരണം കേട്ടിട്ട് ഇവരെ ന്യായീകരിക്കാനായിട്ട് വിളിച്ചതാ.
ഇവരുടെ സൈഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അവർ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ സൈഡ് ന്യായീകരിക്കാനായിട്ട്, നിങ്ങൾ പറയുന്നത് ശരിയെന്ന് ജനങ്ങൾ വിശ്വസിക്കാനായിട്ട് ഇൻഡാസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനങ്ങനെ തുക്കട ചാനലൊന്നും കൊടുക്കത്തില്ലെന്ന്. 1.5 ലക്ഷം സബ്സ്ക്രൈബറുള്ള തുക്കട ചാനൽ നിങ്ങളെ സഹായിക്കാൻ വിളിച്ചാൽ അവരെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ അവർ ഒരുമാതിരി ഊശിയാക്കുന്നു. വളരെ നല്ല കാര്യം, മികച്ച സാധനം. മാധ്യമങ്ങളിലുള്ള തുക്കട ആൾക്കാർക്കല്ല, വിവിക്കുണ്ട്. വിവി അതിനെ തിരിച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളിലുള്ള തുക്കട ആൾക്കാർക്കല്ല, ജനങ്ങളാണ് ഇത് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ജനങ്ങളല്ലേ ഇത് വേണ്ട. ജനങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ഒന്നും ഇട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവര് വിവിയെയോ രാജ് ടോക്സിനെയോ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർ ഇവരുടെ നമ്പർ തരും. ഇവരുടെ നമ്പർ തരുമ്പോഴത്തേനും ഇവരെ നേരിട്ട് വിളിക്കണം. അപ്പോൾ ഇവർ നിങ്ങളെ ഇൻഡാസ് കാണിച്ചു തരും. കൊല്ലം സുധിയും ഇവരും ഒഫീഷ്യലി വിവാഹിതരായതാണ്, ഡൈവേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളത്. എന്നെ ആവശ്യമാണെന്ന് നോക്കിക്കോണം ഈ കാണുന്നവർക്ക്. സത്യം അറിയാനായിട്ട് വിവിയൻ രാജ് ടോക്സിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ നിങ്ങളുടെ നമ്പർ എടുത്തിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഈ സാധനം റിയൽ ആണോന്ന്, നിങ്ങളുടെ ആവശ്യമാണ് ഈ സാധനം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്, അല്ലയോ? ജനങ്ങൾക്ക് ഒരു ആവശ്യമില്ല സത്യം എന്ന് അറിയണമെന്ന്. നമുക്ക് കുറച്ച് ഗോസിപ്സ് മാത്രമാണിത്. പറച്ചില് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നില്ല. എല്ലാവർക്കും ഇത് വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇത് ഒരുപാട് ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ സംഭവം ഇട്ടത്. ജനങ്ങളെ അറിയിക്കാനല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിൽ ഇട്ട് ജനങ്ങളെ അറിയിക്കാനല്ല. പുള്ളിക്കാരിക്ക് സ്വയമേ ഇത് അറിഞ്ഞിരുന്ന് പുളകം കൊള്ളാനായിട്ടാണ് സോഷ്യൽ മീഡിയ ഇതിലിട്ടത്. ജനങ്ങളെ അറിയിക്കാനല്ല. റീൽസ് ആൻഡ് റിയൽ എന്ന് പറയുന്ന ചാനലിലേക്ക് വിളിച്ചിട്ട് ജനങ്ങളെ അറിയിക്കാനല്ലേ, ഇന്റർവ്യൂ പോലെ പുറത്തോട്ട് ജനങ്ങളെ അറിയിക്കാനല്ല. നമ്മളൊന്നും അറിയുക, പുളകം കൊള്ളുക, അല്ലെങ്കിൽ രേണുസുധി സാധനം അറിയുക. ജനങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഈ വിഷയം കേൾക്കുമ്പോഴത്തേന് അപ്പോഴേ ചെവ് പൊത്തുക. പറ്റുമെങ്കിൽ കണ്ണും കൂടെ പൊത്തിക്കോ, മറ്റേ വീട്ടിലായാലും കുരങ്ങനുണ്ടെങ്കിൽ വായും കൂടെ പൊത്തിയിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം രേണു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിച്ച് പുള്ളിക്കാരത്തിയുടെ മാരേജ് ഞാൻ ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ കയ്യിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനത്തെയാണെന്നറിയോ? ഈ വരന്റെയും വധുവിന്റെയും 2 ഫോട്ടോ പിടിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു സീലും ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത്. ഞങ്ങളുടെയൊക്കെ കയ്യിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അതാണ്. ഞാൻ അതിനെ കുറിച്ച് വരുന്നില്ല. അതിന് നിങ്ങൾക്കല്ലേ നിങ്ങൾ രണ്ടാം ഭാര്യയാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്? അപ്പൊ നിങ്ങളുടെ ആവശ്യമല്ലേ അത് തെളിയിക്കുക എന്നുള്ളത്? അപ്പൊ ഫോട്ടോ പുറത്തു വിടാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ ബ്ലർ ചെയ്തിട്ട് പുറത്തു വിടണം. പേരും വേണം ഹൈഡ് ചെയ്തു. 2ാം സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി നമുക്ക്. ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഇവരെ വിളിച്ച് തിരക്കി ജെനുവിനാണെന്ന് നമ്മൾ അന്വേഷിച്ച് നമ്മൾ അറിഞ്ഞ് നമ്മൾ CID പണി എടുക്കണം. സേതുരാമയ്യറാണ് നമ്മൾ. ബാക്കിൽ കൈയൊക്കെ ഇട്ടിട്ട് ടോൺ 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 എന്ന് പറഞ്ഞ് നമ്മൾ ഇവരുടെ അഡ്രസ് ഇവിടെ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ ഞങ്ങളുടെ കല്യാണം നടന്ന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറയും. വിശ്വസിച്ചോണം. വേണം സർട്ടിഫിക്കറ്റ് കാണിക്കുക കേട്ടോ. നമ്മുടെ ആവശ്യമാണ്, അവർക്കൊരു ആവശ്യമില്ല. എനിക്ക് അവളെ കളിയാക്കാനോ തരം താഴ്ത്താനോ നാണം കെടുത്താനോ തരം താഴ്ത്താനോ താല്പര്യമില്ല. ഇപ്പൊ ചെയ്യുന്ന അതൊന്നുമല്ല. പുള്ളിക്കാരിയുടെ പ്രശസ്തി വാനോളം ഉയർത്ത. രേണുസുധിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. കൊല്ലം സുധിയെ നശിപ്പിച്ചത് രേണുസുധിയാണ്. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് രേണുസുധിയുടെ പക്ഷത്ത് നിൽക്കാനാണ് തോന്നുന്നത്. കാരണം അവരാണ് ലീഗലി മാരീഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വൈഫ്. അവർക്കാണ് കൊല്ലസുധിയുടെ പേര് നശിപ്പിക്കാനോ പൊക്കി പിടിച്ചു നടക്കാനോ എല്ലാത്തിനുള്ള അവകാശം അവർക്കാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ. ഇതിപ്പോ ചുമ്മാ നാട്ടിൽ അറിഞ്ഞാൽ മതി. 2ാം ഭാര്യ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മതി. ഇത് ശരിക്കും കൊല്ലസുധിയെ നാണകെടുത്ത വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരു കാര്യമില്ല. ഇവരാരോടൊക്കെ പറഞ്ഞ് അവർ മാത്രമേ ഉള്ളൂ ലീഗൽ വൈഫ്, ഇവരെ വെച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെതിരെ ഇങ്ങനെ അറിഞ്ഞാൽ മതി, നാട്ടുകാർ അറിഞ്ഞാൽ മതി. എൻ്റെ പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, എൻ്റെ ഫോട്ടോ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, മാരേജ് സർട്ടിഫിക്കറ്റ് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. 2ാം ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. മനസ്സിലായ? അതായത് ആദ്യം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു, ഞാനാണ്, എൻ്റെ എല്ലാ തെളിവും ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല സുധിയുടെ ലീഗലി ഉള്ള ഭാര്യ അവളാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. സുധിയുടെ ലീഗലി ഇപ്പോൾ ഉള്ള ഭാര്യയും സുധിയുടെ ഒരു മോനെ പ്രസവിച്ചവളുമാണ് അവള്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? മരിക്കുന്ന സമയത്ത് സുധിയുടെ ഭാര്യ എന്ന എനിക്ക് തെളിവ് കൊടുക്കണം. ഇല്ല, ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം? ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ? ശരി, മറ്റേ കുതിരട്ടമ്പോ പറഞ്ഞില്ല, എന്നെ ഒന്ന് ശരിക്കും നോക്കിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ശരിക്കും ഇഷ്യൂ എന്താണ്? ശരി, നമ്മൾ വിശ്വസിച്ചു നിങ്ങൾ 2ാം ഭാര്യ ഉണ്ട്, കൊല്ലം സുധി 3 പേരെ കെട്ടി, നിങ്ങൾ 2ാം ഭാര്യയായിരുന്നു, വിശ്വസിച്ചു. വാട്ട് നെക്സ്റ്റ്? ഇല്ല, നമ്മളെ വിശ്വസിപ്പിക്കല്ല, രേണുസുധിയെ വിശ്വസിപ്പിക്കാൻ. അവര് വിശ്വസിക്കുന്നു, അവര് സമ്മതിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നിങ്ങൾ ചക്ക ഏതാ മാങ്ങ ഏതാ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെന്താണ് ഇതിന്റെ വലിയ ഉദ്ദേശമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരി, നിങ്ങളെ 2ാം അദ്ദേഹം കെട്ടി, അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തു നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ ലീഗലി ഉള്ള റൈറ്റ്സ് രേണുസുധിക്ക് തന്നെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായാൽ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യും. എനിക്കിതെല്ലാം കൂടി ഒരു അപ്പീൽ പരുവത്തിൽ കിടക്കുകയാണ്. മറ്റൊരു ആയിട്ടാണ് വരാൻ.